അവിടുന്ന് എനിക്കെന്താണ് പ്രശ്നമില്ല, എല്ലാം ബാച്ചിലേഴ്സ് അല്ലേ. അവിടുന്ന് ദൂരം കാണും കേട്ടോ, ദൂരം കാണും, എന്തേലും കാണും. ഞാൻ അതേപോലെ നമ്മളെന്താ ചെയ്യണ്ടേ, ഞാൻ ഗാങ്ടോക്കിൽ ഇങ്ങനെ കാർ ട്രിപ്പ് ഞങ്ങൾ 4 ആൾക്കാർ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, കേരളത്തിൽ നിന്ന് വണ്ടി എടുത്തിട്ട്. അങ്ങനെ പിന്നെ ഗാങ്ടോക്ക് നമ്മൾ അടുത്ത ലൊക്കേഷനിൽ പോകുന്ന നേരത്ത് ഇങ്ങനെ ഇറങ്ങി വീണ്ടും എത്തുന്ന ഈ സ്ഥലത്ത് തന്നെ, വീണ്ടും ഇറങ്ങി വീണ്ടും എത്തുന്ന ഈ സ്ഥലത്ത് തന്നെ. മൂന്നാമതായപ്പോൾ ഞാൻ പറഞ്ഞു നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ഇടാൻ പറഞ്ഞു. പിന്നെ പോലീസ് സ്റ്റേഷനിൽ ഇട്ട് നമ്മൾ ടൂറിസ്റ്റ് ആണ്, 3 പ്രാവശ്യം വന്നിട്ടും ഇവിടെ തിരിച്ചെത്തുന്നത് മാപ്പ് അനുസരിച്ചിട്ടാണ് വരുന്നത് സെയിം സ്പോട്ടിൽ. ഇപ്പോൾ ഒരു പറഞ്ഞു നിങ്ങൾ 1 പ്രാവശ്യം കൂടെ ഒന്ന് പോയി നോക്കി, എന്നിട്ട് തെറ്റാണെങ്കിൽ നമ്മൾ ആളെ അയക്കാന്ന് പറഞ്ഞു. ഒരു ഗാങ്ടോക്ക് നമ്മൾ സിക്കിം ഉണ്ടല്ലോ, ഞാൻ ഇങ്ങനെ ചെയ്യില്ല. അതായത് നമ്മൾ കുറെ കൺഫ്യൂഷൻ അടിച്ച് നേരെ പോലീസ് സ്റ്റേഷനിലല്ലോ, ഒന്നുമില്ല നമ്മളടുത്ത് എല്ലാം ഓക്കെ ആണെങ്കിൽ പിന്നെ നമ്മളെന്തിനാ പേടിക്കണം. അവര് പിന്നെ കുത്തിരിക്കണം എന്തിനാണ്, നമ്മൾ അസിസ്റ്റ് ചെയ്യാനല്ലേ. പുകയില്ലാത്ത ഭാഗ്യം. നാട്ടിൽ കൊറേ ഇന്നാള് ഗണേഷ് കുമാർ പറയുന്നിട്ട് ഭയങ്കര ചൂടാണ്, എന്നാലും കൂളിംഗ് കൊടുക്കാൻ പറ്റില്ല, കൂളിംഗ് കൊടുക്കാൻ പറ്റില്ല. എന്ത് പൊട്ട നിയമങ്ങളാണ്. ഉള്ളു കാണാൻ വേണ്ടിയാണ്, ഉള്ളു കാണാൻ വേണ്ടിയാണ് ഇവിടെ ഇവര് പറയുന്നത്. എന്താ പറഞ്ഞാൽ വെക്കാൻ പറ്റും, എത്ര കണ്ട് ട്രാൻസ്പെറൻസി കാണുന്നുണ്ട് ഇവിടെ. ഈ 2 ഇതിൽ വെക്കാൻ പറ്റില്ല, 2 ബാക്കിൽ വെക്കാൻ പറ്റും. ബാക്കിലാ അതെ. അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും എന്ത് എവിടെ ചോദിച്ചൊക്കെ അടുത്തിട്ട് നോക്കാം. ലണ്ടനില് ഞാൻ അധികം പോയിട്ടില്ല സത്യം പറയാം. ലണ്ടനിൽ കാരണം ഒന്നും കാണാനും ഇല്ല. ആരെങ്കിലും ഉണ്ടെങ്കിലല്ലേ പോകേണ്ട കാര്യം. എന്റെ ഒരു ചേട്ടനും ചേച്ചി ലണ്ടനിൽ ഉണ്ടായിരുന്നു, അവരെ കാണാൻ വേണ്ടി ഞാൻ പോയിട്ടുണ്ടായിരുന്നു. നഗരവും ഭംഗിയില്ലാത്ത അവരുടെ അടുത്ത് പോയാൽ ഒന്നും കിട്ടാൻ പോകില്ല. അവര് വിദ്യാർത്ഥികളായിട്ട് വന്നാ, അവര് വേറെ ദാരിദ്ര്യ. ഞാൻ അവരെ കാണാൻ ദാരിദ്ര്യം പിടിച്ചെന്നല്ല, അവര് പുതിയതായിട്ട് വന്ന് ഇറങ്ങിയേ ഉള്ളൂ. ഞാൻ കാണാൻ പോകുമ്പോഴേ വന്നിട്ട് ഒരാഴ്ച ആയതേ ഉള്ളൂ, കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഞാൻ പോയിട്ട് അവരെ അങ്ങനെ ആകെ ഞാൻ ലണ്ടനിൽ അധികം പോയിട്ടുള്ളൂ, അല്ലാതെ ഞാൻ പോയിട്ടൊന്നും പോവല്ലേ. ഞാൻ BC കാണാൻ പോണെങ്കിൽ ഒരു കാർ എടുത്തങ്ങ് പോയാൽ നല്ല രസമായിരിക്കും. ഓരോരുത്തരും നിർത്തി പോവാ, പക്ഷെ ഓടിച്ചോടിച്ച് പരിപ്പ് കയറും. പ്രിൻസ് എഡ്വേർഡിൽ പോവാം. അവിടെ എനിക്കൊന്ന് 13-14 മണിക്കൂറിലെത്തും. ഞങ്ങൾ ന്യൂവേഴ്സിക്ക് ഒരു വണ്ടി ഓടിച്ചോട്ടുണ്ട് ചേട്ടനെ കൊണ്ടുവിടാൻ. BC-ലോ BC-ല് വരാൻ എനിക്ക് 2-3 ദിവസം എടുക്കുമെന്ന് തോന്നുന്നു. ഇവിടുന്ന് ഓടിച്ചോടിച്ചു പ്രിൻസ് എഡ്വേർഡ് 13 മണിക്കൂറിനുള്ളിൽ എത്തും. അത്യാവശ്യം നമ്മളൊരു 4-5 പേര് ഡ്രൈവേഴ്സ് ഉണ്ടെങ്കിൽ, ഒറ്റയ്ക്ക് പോവാണെങ്കിൽ ഇച്ചിരി മെനക്കെടാ. കനേഡിയൻ സ്റ്റോറിനും ഗ്യാസ് ഒക്കെ ഉണ്ടോ? എന്ത് ഈ ഓൺ റൂട്ടാ, ഇത് ഓൺ റൂട്ട് എന്നാ പറയുന്നത്. കുറെ കടകളും ഒരു പെട്രോൾ പമ്പും. നമ്മുടെ ഈ ഹൈവേയുടെ സൈഡിൽ കടയുള്ള പോലെ. ഇന്ത്യയിലെ ഏറ്റവും ഇഷ്ടം എന്താ അറിയോ? പിന്നെ ഇന്ത്യയിലെ ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാല് എല്ലാ പെട്രോൾ പമ്പിലും നല്ല വൃത്തിയുള്ള ബാത്റൂം ഉള്ളത്. വലിയ സൗകര്യം. ഏത് പെട്രോൾ പമ്പില് ബാത്റൂം? എല്ലാ പെട്രോൾ പമ്പിലും ഉണ്ടല്ലോ. പെട്രോൾ സ്റ്റേഷനിൽ ഇന്ത്യയിലെ നല്ല ക്ലീനും കൂടുതൽ ക്ലീനിങ് നാട്ടിനേക്കാളും കൂടുതൽ ഇപ്പൊ നിയമമുണ്ട്. ആരാ പറഞ്ഞേ? എത്ര ആൾക്കാർ അത് വൃത്തിയാക്കണോ? പക്ഷെ ഈ ബസ് സ്റ്റാൻഡിലൊക്കെ എന്റെ പൊന്നളിയാ, ബസ് സ്റ്റോപ്പ് റെയിൽവേ സ്റ്റേഷൻ അതൊക്കെ
ആണ്. പിന്നെ ഇപ്പൊ കൊറേ നിയമങ്ങളുണ്ട്. എത്ര നമ്മളെ ആഗ്രഹം പോയാണ് ഞാൻ ബ്രോ ആഗ്രഹം പോയി എന്റെ പൊന്നെ ബാത്റൂമിൽ മുട്ടി എന്റെ അവിടെ എവിടെ ഇല്ല രാത്രി 2 മണിക്ക് അയ്യോ നമ്മളെല്ലാം 3 എന്നിട്ട് അപ്പൊ ഞാൻ ഇവരെ മുട്ടൽ കണ്ടിട്ട് ഞാൻ കൊറേ ഇവരെ ബാക്കിന്റെ നമ്മള് പോയി ഹെൽപ്പ് ചെയ്ത് കൊടുത്ത് ബാത്റൂം കാണാന് എവിടെ ഇല്ല. അവസാനം 7 മുക്കാൽ മണിക്കൂർ ഇവരൊക്കെ കളി കണ്ട് കരച്ചിലൊക്കെ വരും. കണ്ടപ്പോ പറ്റില്ലെങ്കിൽ ഇത് പിടിച്ചിക്കാൻ കഴിയും. ഗ്യാങ്ങില് പെമ്പിള്ളാരൊക്കെ ഇല്ലേ, അത് വേറെ. ഇവരെന്തോ ഫുഡൊക്കെ കഴിച്ചിട്ട് അതിനെ വയറിളക്കി എന്തോ ഇന്ത്യൻ റെസ്റ്റോറന്റ് ഇന്ത്യൻ കോഫി വേലാണെന്ന് കഴിക്കുന്നത്. രണ്ടാമത് വന്നപ്പോഴും അവിടെ പോയി പിന്നെ കഴിച്ചു. എന്നിട്ട് എങ്ങനെ റെസ്റ്റോറന്റ് പോയാ? റെസ്റ്റോറന്റ് പോയി. അതും പെടുവല്ലോ. റെസ്റ്റോറന്റ് പോയാൽ വെള്ളം ഉണ്ടാവില്ല. അവിടെ ഒരു ടിമ്മോട്ടൻ ഇല്ല മറ്റേ മണ്ടയ്ക്ക്. ആര് രാത്രി ആകുമ്പോ അവന്മാര് വാഷ്റൂം കിടക്കും. അല്ല ബ്രോ ടിമ്മോട്ടല്ല. പിന്നെ മണ്ടയ്ക്ക് എനിക്ക് ഇഷ്ടമല്ല. ഭയങ്കര ഇഷ്ടാ. അല്ല ഇവര് പറയുന്ന ഏറ്റവും വൃത്തിയാണ്. അത് ഇവിടുത്തെ മലയാളീസിന് ഇവിടെ എല്ലാം ആവുന്നേ. അവര് അല്ല ഇവിടെ നമ്മളിപ്പോ സ്റ്റുഡൻസ് തന്നെ നോക്കി നോക്കൂ. അവര് ഇപ്പൊ എന്റെ ഇവിടെ താമസിക്കുന്നവന്മാര് എന്നെ മലയാളികളൊക്കെ കുറേമാരുണ്ടാവും. അവന്മാര് ഇവിടെ കംഫർട്ടായി പേപ്പറായി എത്ര രോഗം എല്ലാവർക്കും നീ കണ്ടിട്ടില്ലേ? എനിക്ക് ഇത്ര വരെ ഇപ്പോഴും കംഫർട്ട് ആയിട്ടില്ല കേട്ടോ. അല്ല ഇവിടെ എനിക്ക് ബഗ് എന്നിട്ട് വെള്ളമില്ലാതെ മാത്രമായിട്ട് വെള്ളമില്ലാതെ അത് അങ്ങനെ ഈസിയാണ്. ആലോചിച്ചോ ഇപ്പൊ ഇവിടെ നോക്കിയാൽ പോരല്ലോ. നമ്മളൊരു വൃത്തിയില്ല. പിന്നുള്ളതാ വെള്ളത്തിന് അത്ര വൃത്തി വരും. ടോപ്പിക് ചേഞ്ച്. എന്തായാലും 45-60 കമ്പനീസാ കമ്പനികളാണ്, ഓഫീസാണ്. എനിക്കവിടെ ഫ്യൂച്ചർ ഇന്ത്യ തന്നെയാണ്. ഫ്യൂച്ചർ ഇന്ത്യ തന്നെയാണ്. ഒരു 20 വർഷം 10 വർഷം അല്ല, ഒരു 20 വർഷം കഴിഞ്ഞാൽ ഞാൻ നാട്ടില. നമ്മള് 2010 തൊട്ട് പറയാൻ തുടങ്ങിയ ഫ്യൂച്ചർ ഇന്ത്യയാണ്. ഇതുവരെ ഫ്യൂച്ചർ വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നില്ല. ഫ്യൂച്ചർ മനസ്സിലായി എന്ന് വെച്ചാൽ നല്ല ഭാവി. കാരണം ഇവിടൊക്കെ ഇതായി പോവും. മീൻസ് എല്ലാരും കൂടെ കയറുന്ന എല്ലാം എനിക്ക് തോന്നുന്നില്ല. കാരണം നാട്ടിൽ നിന്ന് കഴിഞ്ഞാല് ഗതി പിടിക്കാൻ പറ്റത്തില്ല. ഒരു സാധാരണക്കാരൻ ഈ പാവപ്പെട്ട ഈ എന്താ പറയാ ഈ പോവർട്ടി ഇത് കടന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. നമ്മൾ ആ ചെയിനിൽ തന്നെ കിടന്നു. ഇപ്പൊ ഇവിടെ ആയതുകൊണ്ടല്ലേ പെട്ടെന്ന് ഒരു കുടുംബക്കാര്. അല്ല പക്ഷെ ഇവിടെ ജോർ ബായ് നോക്കെ ഇവിടെ ആയതുകൊണ്ടല്ലേ പെട്ടെന്ന് ഒരു അസുഖം വന്നു. ഒരു ഇത്ര പൈസ തരുമോ? ഓക്കെ പൈസ ഉണ്ട് അല്ലേ? അല്ലെങ്കിൽ നാട്ടിലിരിക്കുന്ന പറ്റുമോ? ഒരു 1 ലക്ഷം രൂപ ഇങ്ങോട്ട് എടുക്കുന്ന പറഞ്ഞാൽ എടുക്കാൻ പറ്റുമോ? പെട്ടെന്ന് 2 ലക്ഷം രൂപ നമുക്ക് നാട്ടിലേക്ക് അയക്കാൻ വേണ്ടി ഇവിടുന്ന് റോൾ ചെയ്യാൻ പറ്റും. ഹോസ്പിറ്റൽ കേസ് ഒക്കെ നാട്ടിൽ നിന്ന് 2 ലക്ഷം രൂപ എത്രയാണ്? ഇവൻ ഗൾഫിലാണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നില്ല ഇവിടെ ചെയ്യാൻ പറ്റുന്ന പോലെ നമുക്കൊരു സഹായം നാട്ടിലോട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ ലൈഫ് ഭയങ്കര എക്സ്പെൻസ് ആണ്. നമ്മളിപ്പോ ഉണ്ടാക്കുന്ന പൈസയില് നല്ല രീതിയിൽ പോകുന്നുണ്ട്. പൈസ നമ്മൾ നശിക്കും, നമ്മൾ സ്വമേധയാ നശിക്കും. പക്ഷെ നമ്മുടെ കുടുംബത്തില് കാരണം നമ്മളിവിടെ നമ്മൾ പൈസ കുറെ ഇത് ഉണ്ടാക്കിയിട്ട് അത് അപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നാട്ടിലോട്ട് നമുക്ക് അങ്ങനെയാണെങ്കിൽ പ്രോബ്ലം നല്ലതാണോ? അല്ലെങ്കിൽ ചെലവാണ് ബ്രോ. ഗൾഫിൽ എന്ന് പറഞ്ഞാൽ ചെലവില്ലല്ലോ. ഗൾഫിൽ നിന്ന് ഉണ്ടാക്കുന്ന പൈസ മൊത്തം നമ്മുടെ കാരണം വീടായാലും എല്ലാം അവിടെ നിന്ന് കിട്ടും അല്ലേ? പക്ഷെ അവിടെ ഇത്രയും കംഫർട്ട്